എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? താങ്കൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു പരാതി കൊടുക്കണം എന്ന് തോന്നിയത്? കാര്യം താങ്കൾ ഈ പറയുന്ന സിനിമകളൊക്കെ എന്നോ ഇറങ്ങിയതാണ്, അത് എന്നോ ആളുകൾ കണ്ടതാണ്, അത് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു വന്ന സിനിമകളാണ്. അല്ല ഏതെങ്കിലും തരത്തിൽ താങ്കൾ ഈ പറയുന്ന രീതിയിലുള്ള പോൺ വകുപ്പിൽ പെടുന്നതല്ല ഈ സിനിമകളൊന്നും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ പരാതി കൊടുക്കുന്നത് ഞാൻ 1-ാം തീയതി, അതായത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. താങ്കൾ പരാതിയിൽ പറയുന്നത് എന്താണ്? രതിനിർവേദം, പാലേരി മാണിക്യം സിനിമ, പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ ഈ വൾഗറായ വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ എന്നൊക്കെ പറയുകയാണ്. ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ. സിനിമകളാണ്, ഇത് അവരുടെ സിനിമകളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ സിനിമകളാണ്. അത് താങ്കൾ ഈ പറയുന്നത് പോലെ അശ്ലീല വെബ്സൈറ്റ് ഗണത്തിൽ പെടുന്ന സിനിമകളെ അല്ല. രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ്. ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ അവർ ഉത്തരവാദിയാണോ? അല്ലല്ല, അതിന് ശ്വേത ഉത്തരവാദിയാണോ? അതിന് ഉത്തരവാദിയാണോ എന്നുള്ളത് ഇനി അവരാണ് പറയേണ്ടത്. കാരണം അതെങ്ങനെയാണ് ശരിയോ? താങ്കളല്ലേ പറയുന്നത്? അല്ല ശ്രീ മാർട്ടിൻ മേനാച്ചേരി, ഇപ്പോ ഇത് ഒരു സിനിമയിൽ അവർ അഭിനയിക്കുന്നു. അതിന് അഭിനയിക്കുന്നത് ആ സിനിമയ്ക്ക് ഒരു പ്രമേയം, താങ്കൾക്കറിയാവുന്ന ആ സിനിമയ്ക്ക് ഒരു പ്രമേയം ഉണ്ടാകും, അതിനൊരു സംവിധായകൻ ഉണ്ടാകും, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും. ആ സംവിധായകൻ പറയും പ്രകാരം ആ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെയാണ് ഉത്തരവാദികളാവുക ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അതായത് 1999 ഇവര് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിന് ഇവരൊരു ഇന്റർവ്യൂ, അന്ന് ഈ ശ്വേതാ മേനോൻ അത്ര പ്രസക്തിയായിട്ടുള്ള ആളൊന്നുമല്ല, പ്രശസ്തിയൊന്നും നേടാത്ത ഒരാളാണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അന്ന് ആ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തില് ഞാൻ വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വുമണാണെന്നും പൈസ കിട്ടിക്കഴിഞ്ഞാൽ സെക്സിന് വേണ്ടി ഏത് വീഡിയോസും ഞാൻ ചെയ്യുമെന്നും നീ ഒന്നും പണയണ്ട എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട്. താങ്കൾ ഇതിലേക്ക് സെക്സ് കൂടെ പറയുന്നത് എന്തിനാ? ഇത് സിനിമയാണ് അല്ലേ? താങ്കളുടെ പരാതിക്ക് ആധാരം സിനിമയാണ്, അതല്ലാതെ പരാതിക്ക് ആധാരം ഈ സിനിമകൾ മാത്രമാണ്. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? താങ്കൾ കൂടെ പരാതിയിലൊക്കെ സെക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്ത്? അതായത് ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖമാണ് ഞാൻ പറഞ്ഞത്. ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ഇവര് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. രണ്ടാമത് ഇവര് ഈ കോണ്ടം മറ്റേ കാമസൂത്ര അഭിനയിച്ച ഒരു വീഡിയോ, അത് ഏകദേശം 30 കോടിയിലോളം ആളുകൾ കണ്ടിട്ടുണ്ട്. എന്റെ ഈ വീഡിയോ പോൺ സൈറ്റ് ഞാൻ പറഞ്ഞത് ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചുകൂടാന്ന് രാജ്യത്ത് നിയമമില്ല. ആ പരസ്യങ്ങൾക്കും നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. പരസ്യത്തിൽ അവർ അഭിനയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇപ്പോൾ സെക്സാൻ തോന്നുന്ന കാര്യം എന്താണ് ശ്രീ മാർട്ടിൻ മേനോൻ? താങ്കളുടെ പ്രശ്നം എന്താണ്? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. അല്ല, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതായത് അവര് ഈ പോൺ സൈറ്റിൽ എന്റെ വീഡിയോ പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്ന് ഇവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ അവരത് പറയുന്നുണ്ട്. ഏത് പോൺ സൈറ്റ് ആണ്? അപ്പൊ അതിനുശേഷം ഞാൻ നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? നിങ്ങള് ഈ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. പൊന്നു മാർട്ടിനെ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് 2 പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണ്? നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അല്ല, പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? മനുഷ്യനായ ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം മാർട്ടിൻ മേനാച്ചേരി? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അതെ, ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന. അപ്പൊ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ, ഈ ശ്വേതാ മേനോനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും. എന്ത് സംഭവങ്ങൾ? ബന്ധപ്പെട്ട ഞാൻ വക്കീലുമായിട്ട് ഞാൻ
അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ ഈ ശ്വേതാ മേനോന്റെ സാറേ താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ, വിട്ടേക്ക്. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റുകൾ 4 അറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1 2 3 4 5 6 7 8 9 10 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പൊ താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട? ഇരുന്ന് കണ്ടതല്ല, ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. 2 പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾ ഇത് ഫോണിൽ കണ്ടു എന്ന് ഞാൻ അവര് നോക്കുന്നത് ഞാൻ കണ്ടപ്പോഴാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഫോണിൽ കണ്ടെന്താ? അല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. ശ്വേതാ മേനോന്റെ ഈ ഒരു വീഡിയോ ആണ് ഏത് വീഡിയോ? ഇതിനകത്തുള്ള വീഡിയോകളാണ് ഞാൻ കാണുന്നത്. ഏത് വീഡിയോ ആണ്? ഈ സൈറ്റുകളിൽ കാണുന്ന വീഡിയോ. അതെന്താണ്? താങ്കൾ കണ്ടാണല്ലോ. എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? താങ്കൾ പറഞ്ഞാണ് കളിമണ്ണ് സിനിമ, ഈ പറയുന്ന എന്താണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളാണ് താങ്കൾ പറയുന്നത്, അതല്ലേ? അത് പറഞ്ഞാൽ ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. അതിലൊക്കെ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നും ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? ഞാൻ ഇത് കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇല്ല, പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ മൊത്തം രാജ്യത്ത് ബാൻഡ് സൈറ്റുകളാണ്. പെടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? ബാൻഡ് സൈറ്റുകളാണ്. ഈ സാധനമാണ് ഞാൻ ആ സാധനം താങ്കൾക്ക് കിട്ടി. ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. അല്ല, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, രാജ്യത്ത് ബാൻഡ് ആയിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന് ലിങ്ക് മൊത്തം കോപ്പി ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുന്നത്? എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സാധനം ചെക്ക് ചെയ്ത് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഓപ്പൺ പറ്റുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം എന്താ? രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകളാണ്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ ഈ പറയുന്ന എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾക്ക് ഈ പറയുന്ന 10-30 എണ്ണമായിട്ട്. അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? മര്യാദയ്ക്ക് സംസാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണണം. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. സാറ് താങ്കൾ മൊത്തം തുറന്നു കണ്ടെങ്കിൽ താങ്കൾ എന്തോ ഈ പറഞ്ഞ പോൺ വെബ്സൈറ്റിന്റെ അഡിക്ഷൻ താങ്കൾക്കുണ്ട്. താങ്കൾ ചികിത്സിക്കണം. അത് വലിയ പ്രശ്നമാണ്. താങ്കൾ ഈ പരാതിയിൽ പറയുന്നത് കുട്ടികൾ കണ്ട കാര്യമൊന്നുമല്ലോ. അതായത് കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് എന്ത് സെക്സ് വ്യാപാരം ആര് നടത്തി? എന്താ ആ പ്രതീക്ഷയും തകർന്നു. അപ്പൊ ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ. താങ്കളുടെ ഒരു മോശമായ രീതിയിലുള്ള ഒരു പിക്ചർ ഒരു സൈറ്റിലുണ്ട് എന്നറിഞ്ഞാൽ താങ്കൾ നടപടി എടുക്കൂല്ലയോ? അല്ല മാർട്ടിൻ മേനാച്ചേരി, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ എവിടെ ആര് കൊടുത്തു? ആര് സെക്സ് വ്യാപാരം നടത്തി? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം, കുറെ ഉടായ്പ നിറച്ചൊരു പരാതി കൊടുക്കുക കോടതിയിൽ, അല്ലേ? എന്നിട്ട് കോടതിയെ ദുരുപയോഗം ചെയ്യാം താങ്കൾ, അല്ലേ മാർട്ടിൻ മേനാച്ചേരി? മര്യാദകേടല്ലേ അത്? അങ്ങനെ അല്ലല്ലോ ഹാഷ്മി. പിന്നെന്താ? ഹാഷ്മി, ഞാൻ ചോദിച്ചതിന് ഉത്തരം അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ച ഉത്തരം പറ. ഏത് കുട്ടികളുടെ ഏത് സെക്സ് വ്യാപാരം ആരെവിടെ നടത്തി? ആ സൈറ്റിൽ എന്താ ഉള്ളേ? ആണോ? ഞാൻ ആ സൈറ്റ് കണ്ടില്ല. എന്താ ഉള്ളതെന്നുള്ളത് ആ സൈറ്റ് തുറന്നു നോക്കാൻ പറ്റുന്നില്ല എനിക്ക്. അത് ബാൻഡ, രാജ്യത്ത് ബാൻഡ. എനിക്ക് എന്നെ പോലെ സാധാരണ പൗരന്മാർക്ക് തുറക്കാൻ പറ്റത്തില്ല. താങ്കളെ പോലുള്ളവർക്ക് മാത്രം തുറന്നു കിട്ടുന്ന സൈറ്റുകളാണ്. കുത്തിയിരുന്ന് കണ്ട് ഇത് മൊത്തം സെർച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ യഥാർത്ഥ പോൺ വീഡിയോ കാണാതെ ഈ തുണ്ടും തൊടിയുള്ള ഈ സാധനം ഏതോ ഞരമ്പരോഗി അപ്ലോഡ് ചെയ്യുന്ന സാധനം താങ്കൾ അതുകൊണ്ട് കോടതിയിലേക്ക് പോവുക. ഇതുപോലത്തെ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.